ഞാൻ കൺട്രോൾ റൂമിലായിരുന്നു. ഞാൻ കൺട്രോൾ റൂമിൽ തന്നെ കിടന്നു. കൺട്രോൾ റൂമിൽ തന്നെയായിരുന്നു 5-6 ദിവസം ഫുള്ളായിട്ട്. അത് വി വർ കംപ്ലീറ്റ്ലി നമ്മളൊക്കെ വി വർ ഓൾ ഓവർവെൽംഡ്. നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിപ്പോയി. അപ്പം നമ്മൾ വി വർ ഡൂയിങ് എ ലോട്ട് ഓഫ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസൊക്കെ കുറേ നന്നായിട്ടൊന്ന് ആലോചിച്ച് ഒരു ഫ്രെയിംവർക്കിലേക്ക് എത്തിക്കാനൊന്നും നേരമില്ല. പല തരത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നേരത്തെ ശാരദ പറഞ്ഞ പോലെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സാണ് രക്ഷപ്പെടുത്തിയത് മുഴുവൻ. അതിന് സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിനും നമുക്കതിലൊരു ക്രെഡിറ്റ് കൊടുക്കാൻ സാധിക്കില്ല. ജനങ്ങൾ, കമ്മ്യൂണിറ്റി സിസ്റ്റംസ്, കമ്മ്യൂണിറ്റി ബോഡീസ്, ലോക്കൽ ഗവൺമെൻറ്റ്സും ഒക്കെ. ഈ നമ്മുടെ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ എത്ര ഇനാഡിക്വേറ്റ് ഡേറ്റയുടെ മുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഓരോ നിമിഷവും മാറുന്നൊരു വിഷയം. ഡാമുകൾ നിറയുന്നു, ഒരു ഭാഗത്ത് മഴ മാറുന്നില്ല, ആ ഡാമുകളുടെ വെള്ളം തുറന്നു വിടേണ്ടത് എത്രത്തോളം വിടണം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഇൻപുട്സ് ലഭിക്കാത്തൊരു സാഹചര്യം. അതിനെ പക്ഷേ മാനേജ് ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, വളരെ ഇനാഡിക്വേറ്റ് ഡേറ്റയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തീരുമാനിക്കുകയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ. അങ്ങനെയുള്ള പ്രശ്നം പലയിടത്തുനിന്നായിട്ട് റിപ്പോർട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഡാമുകൾ ഓവർ റൺ ആവും എന്നൊരു സംശയമായിട്ട്. അങ്ങനെ ഓവർ റൺ ആവുകയാണെങ്കിൽ ഡാം പൊട്ടാമല്ലോ. അങ്ങനെയുള്ള അപ്പം ഹൈ റേഞ്ചസ് തന്നെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ, വലിയ ഹ്യൂജ് കോൺസിക്വൻസസ് ഉള്ള വിഷം അവിടെ കൈകാര്യം ചെയ്യുമ്പോൾ താഴെ റെസ്ക്യൂ റിലീഫ് വർക്കിലേക്ക് ഓൾറെഡി എല്ലാവരും തിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നാഷണൽ ലെവലിലുള്ള റിസോഴ്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുന്ന എൻ്റെ ജോലിയിൽ കുറേ ഭാഗം അതായിരുന്നു. ഡൽഹിയിൽ നിന്നും നാഷണൽ ഫോഴ്സസിൻ്റെ NDRF, മറ്റുള്ള സംസ്ഥാനങ്ങൾ, അവിടെ നിന്നുള്ള മെറ്റീരിയൽസൊക്കെ എത്ര ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിൽ എത്തിക്കുക എന്നുള്ളത്. പിന്നെ എയർ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഞാനായിരുന്നു. അപ്പോൾ പിന്നെ ഈ റിലീഫ് മെറ്റീരിയൽസ് ഡ്രോപ്പ് ചെയ്യുക, ചിലയിടത്തു നിന്നെങ്കിലും കുറച്ച് ആൾക്കാരെ ലിഫ്റ്റ് ചെയ്യുക, പക്ഷെ കൂടുതലും മെറ്റീരിയൽസ് എത്തിക്കുക, അതുപോലെയുള്ള സോർട്ടീസ് മുഴുവൻ പ്ലാൻ ചെയ്യുക. പിന്നീട് ഇത് നമ്മുടെ ഈ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ക്യാമ്പുകൾ അങ്ങോട്ടേക്കും 13 ലക്ഷം പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. 13 ലക്ഷം. നമ്മളിപ്പോൾ ആലോചിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് അങ്ങനെ. അപ്പോൾ അത് ക്യാമ്പിലേക്ക് മാറ്റുന്നു കഴിഞ്ഞാൽ പിന്നെ ആ സപ്ലൈ ചെയിൻസ് മാനേജ് ചെയ്യുക, അത് വേറൊരു കൺട്രോൾ റൂമിൽ വേറൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്തത്, ഇന്നതാണ് ചെയ്തതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാത്തിലും ആ സമയത്ത് ഇടപെടേണ്ടി വന്നു. ബട്ട് ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മുടെ റെസിലിയൻസ് നമ്മുടെ ഒരു ജനതയുടെ റെസിലിയൻസാണ്. അതിനേക്കാൾ അപ്പുറത്തേക്കൊരു ഒരു ജനതയുടെ ഇൻ്റർ കണക്റ്റഡ്നെസ്സിന് അതിനേക്കാൾ നല്ലൊരു തെളിവില്ല. യു കണക്റ്റഡ് വിത്ത് എവ്രിബഡി ആൻഡ് ദൂരെ ഇരിക്കുന്ന ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ആ എഫേർട്ടിലേക്ക് വരുന്നു. ആ എഫേർട്ടിൽ പലയിടത്തായിട്ടിരിക്കുന്ന ആൾക്കാർ ഓരോ ആളും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് പോലെ യൂസിങ് ടെക്നോളജി, യൂസിങ് കമ്മ്യൂണിക്കേഷൻ, യൂസിങ് that networks. It's such a major effort. പിന്നെ ഒരു സംശയമില്ല. നമ്മൾ റെസിലിയൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും നേരത്തെ താങ്കൾ പറഞ്ഞിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് ലോക്കൽ ബോഡീസിന്റെ ഇൻഡിവിജ്വൽ പ്ലാൻസ് ഉണ്ട്. പക്ഷേ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മിറ്റിഗേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 2018 ഫ്ലഡിൽ നിന്ന് ഈ 2024 വയനാട് ലാൻഡ് സ്ലൈഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്ര മുന്നോട്ട് പോയിട്ടുണ്ട്. അത് എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഞങ്ങളെ ഇൻവെൻറ്ററൈസേഷൻ്റെ കാര്യം പറയും. പക്ഷേ 2018 ഫ്ലഡിൻ്റെ സമയത്ത് എത്രത്തോളം കൺഫ്യൂസ്ഡ് ആയിരുന്നു പീപ്പിൾ അക്രോസ് ദ സ്റ്റേറ്റ്. ഓൾമോസ്റ്റ് സിമിലർ സ്റ്റേജിൽ തന്നെയായിരുന്നു ഈ 2024 ലാൻഡ് സ്ലൈഡ് കഴിയുമ്പോഴും. അതായത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണമെന്ന് ലോക്കൽ ബോഡീസിനോ അല്ലെങ്കിൽ ആർക്കും അറിയില്ലാത്തൊരു സിനാറിയോ ഉണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സസ്റ്റൈനബിൾ അല്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൊരു റൂളില്ല. റദർ വി ഹാവ് ദിസ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഉണ്ട്. പക്ഷേ 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടും വേണ്ട രീതിയിൽ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ അത് മനസ്സിലാക്കുന്നതിലൊരു ഫെയിലുവർ ഉണ്ടായിട്ടില്ല. ഒരു ഇത് പറയാം, ഒന്ന് ആ ഇൻവെൻറ്ററിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2018 ഫ്ലഡ് കഴിഞ്ഞ് 2019 ഡിസംബറിലാണ് നമ്മൾ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തത്. ആൻഡ് അതിൻ്റെ ബേസിസിൽ ജനുവരി ഫെബ്രുവരിയിലാണ് ഈ സിറ്റുവേഷൻ അനാലിസിസും ഇതൊക്കെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞ ഉടനെ കോവിഡ് അടിച്ചു. ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും കേരളത്തിൽ നമ്മുടെ ഇതിൻ്റെ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ നഴ്സസിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഇൻവെൻറ്ററി തദ്ദേശീയ തലത്തിൽ
ലഭ്യമായിരുന്നു. ജനറേറ്റേഴ്സിൻ്റെ, എക്സ്റേ ടെക്നീഷ്യൻസിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിൽ ലഭ്യമായിരുന്നു. ഇപ്പം ഇവരുടെ പല സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഗ്യാപ്പുകളുണ്ടായിരുന്നു. മുഴുവനും നമ്മൾ പരിഹരിക്കാനായിട്ട് പറ്റിയത് അവസാനം LSD തദ്ദേശഭരണ തലത്തിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആ ഇൻവെൻറ്ററിയുടെ ഡേറ്റാബേസ്, ഈ ഡേറ്റാബേസ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു ഞൊടിയിണക്കത്തിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പം എന്താണ്, ക്വാറൻറ്റൈൻ സെൻറ്ററുകൾ സെറ്റ് ചെയ്യാൻ പറ്റി, CFLTC എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ ആലോചിച്ച് നിന്നിട്ടുണ്ടോ? എത്ര ചെറിയ സമയം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. അത് ഉണ്ടായി വരുന്നതിന് ഒരു കാരണം ഈ ഒരു പ്രിപ്പയർഡ്നെസ് തന്നെയായിരുന്നു. പക്ഷേ ശരിയാണ്, ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ 2-3 വർഷം ഒരു വലിയ അനക്കവും ബഹളവും ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു വീണ്ടും ഒരു കംപ്ലേസൻസിയിലോട്ട് പോയി പോകും. ആ കംപ്ലേസൻസിയിലോട്ട് പോകുന്നതാണ് ഇത്. അപ്പോൾ വരുമ്പോഴത്തേക്കും ഇത് അപ്ഡേഷൻ ഇപ്പം കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഇപ്പം നമ്മളിത് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അത് അങ്ങനെയൊന്നും ഇത് വരുന്നില്ല. അപ്പം നമ്മളത് കണ്ടതാണല്ലോ അറിഞ്ഞതാണല്ലോ എന്നുള്ള ഒരു സംഗതി ഉണ്ടാകുന്നത്. പിന്നെ ഒരു വലിയൊരു വിഷയം 2018 അനുഭവസ്ഥരായിട്ടുണ്ടായിരുന്ന ഒരു ടീമിനെ അല്ല, അപ്പം തദ്ദേശീയ തലത്തിൽ ഒരു പുതിയ സെറ്റ് ആളുകളാണ് വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവരുടെ പരിശീലനം മുഴുവനും വെർച്വൽ മോഡിലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ, അപ്പോൾ പഴയ കാര്യങ്ങൾ സിസ്റ്റത്തിന് അറിയാം, പക്ഷെ പുതുതായിട്ട് കൊണ്ടുവന്നതിൻ്റെ ഒരു സംഗതി ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രയാസമുണ്ടായിരുന്നു. ഈവൻ ഒരു ഫിസിക്കൽ ഡാമേജ് പോലും 340 ബിൽഡിങ്സ് എന്തോ ആണ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നത് 4th ഡേ ആണ്. അപ്പോൾ ഒരു 2 വാർഡിൽ മാത്രം നടന്ന ഒരു സംഭവത്തിൽ അങ്ങനെ കാണരുത്. അതൊന്നുമല്ല, ഇതൊരു ഡാം ബസ്റ്റിന് തുല്യമായിട്ടുള്ള ഒരു സാധനം. ദിസ് ഇസ് ലോക്കലൈസ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും, പക്ഷേ ഇറ്റ് ഇസ് ഡെവസ്റ്റേറ്റിംഗ്. ഇതിന്റെ ലെവൽ ഓഫ് ഡെവസ്റ്റേഷൻ എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടില്ല. ആ ലെവൽ ഓഫ് ഡെവസ്റ്റേഷൻ. ഒരു തോടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ കൾവേർട്ട് ഉണ്ടായിരുന്നു. അത് 200 മീറ്ററുള്ള ഒരു സ്ഥലമായി മാറുകയാണ്. ഒരു ഭാഗത്തേക്ക് പോകാൻ ഒരു മാർഗ്ഗമില്ലാണ്ടായി മാറുകയാണ്. പിന്നെ ഈ വീടുകളുടെ നഷ്ടം അളക്കുന്നതൊക്കെ പിന്നീടല്ലേ വരുന്നത്. ഇവിടെ മനുഷ്യരുടെ സ്ഥിതി എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അക്കൗണ്ടബിലിറ്റിയിലാണ്. നമുക്ക് ഈ ഏരിയയിൽ എത്ര പേര് താമസിക്കുന്നു എന്ന് പോലും ഗവൺമെന്റിൽ ഒരു മോഡലുണ്ടല്ലോ, കൃത്യമായിട്ടുണ്ടല്ലോ. പക്ഷേ അതിൽ എത്ര പേര് ഇതിൽ പെട്ടുപോയി, എത്ര പേര് രക്ഷപ്പെട്ടു എന്നറിയാൻ പറ്റിയില്ല. കാരണം അതായിരുന്നു സ്കെയിൽ ഓഫ് ഡെവാസ്റ്റേഷൻ. ആൾക്കാരെ അങ്ങ് കൊണ്ടുപോയില്ലേ, 150 പേരെ വെള്ളം കൊണ്ടുപോയി. നമുക്ക് എത്ര പേരെ കൊണ്ടുപോയി ആർക്കറിയാം. അതെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റേഷന്റെ ഇതൊരു ബേസിലുള്ള ഡേറ്റ വെച്ചു, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇത് വെച്ചുകൊണ്ടുള്ള കണക്ഷൻസിന്റെ ഡേറ്റ നമ്മൾ എടുത്തു, ഹരിതമിത്ര മാപ്പ് വെച്ചുകൊണ്ട് വേസ്റ്റ് കളക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡേറ്റ വെച്ചിട്ട് ഇതിലെല്ലാം തന്നെ ഉടനെ തന്നെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ഈ വീടുകളുടെ മൊത്തം പിക്ചർ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിലൊന്നും താമസവും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഇതെന്താണ്, അവിടെ ആരെങ്കിലും റെസ്ക്യൂ ചെയ്യാൻ വന്ന് അവിടുന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ട ആൾക്കാർക്ക് എന്ത് റിലീഫ് കൊടുക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഞങ്ങളിങ്ങനെ ആ കാസ്കേഡ് ഒക്കെ പിന്നീട് വരുള്ളൂ. അതെ, മിസ്സിങ്ങിൻ്റെ നമുക്കറിയില്ലല്ലോ, വന്ന് റിപ്പോർട്ട് ചെയ്യണം ആൾക്കാർ. കാരണം കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിപ്പോയി, കുറേ പേര് ക്യാമ്പിനടുത്തേക്ക് എത്തി, കുറേ പേര് നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തി. അതിൻ്റെ കണക്കും എടുക്കാൻ അത് ഞാൻ പറഞ്ഞില്ല, ഈ ആൾക്കാർ എത്രത്തോളം മിസ്സിംഗ് ആണ് ആ ലിസ്റ്റ് പ്രകാരം കണ്ടുപിടിക്കുക എന്നുള്ളതും ആക്ച്വലി ഈ സബ്സിഡറി ടു പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് റിലീഫ്. അത് ആദ്യം ചെയ്യാം. ഓരോ ആളുടെ കാര്യവും ഡേറ്റ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു ഡിസാസ്റ്റർ വന്നാൽ ഉടൻ തന്നെ നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് ഇത്രയും പേരെയും കൂടി കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇറ്റ് ഇസ് അതെ, ആ കണക്ക് പോലും ഞാൻ പറഞ്ഞില്ലേ, ആ കണക്ക് കൃത്യമായിട്ടുണ്ട്. അതിനാൽ നേരത്തെ പറഞ്ഞ ഡേറ്റാബേസുകളുണ്ട്. പക്ഷെ ആ കണക്ക് വെച്ചുകൊണ്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഈ സാഹചര്യം അങ്ങനെ അത്രയും ഡൈനാമിക് ആയി കിടക്കുകയാണ്. ആരൊക്കെ ഇതിനകത്ത് പെട്ടുപോയി, ആര് മരിച്ചു, ആര് മരിച്ചില്ല, എത്രയോ പേര് പോയി, അവരുടെ വീടുകൾ വിസിറ്റ് ചെയ്യാൻ വന്നവരാര്, എന്തൊക്കെ കണക്കുകളുണ്ട്. ഇപ്പം ഇതിനകത്ത് ധാരാളം ആളുകൾ ഇപ്പം കുടുംബങ്ങളിൽ നിന്ന് അവരുടെ ഗസ്റ്റ് വന്നവരിവിടെ ഉണ്ട്. അവിടെ ആ വീട്ടിൽ അടച്ചു പോയിട്ട് വേറെ എവിടേക്കെങ്കിലും പോയതുണ്ട്.
അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഡേറ്റ ഒരു സ്റ്റാറ്റിക് ഡേറ്റയൊന്നുമല്ല. അങ്ങനെ അതിൻ്റെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഗവൺമെന്റ് ഫേസ് ചെയ്ത വലിയൊരു ക്രിറ്റിസിസമായിരുന്നു ഗവൺമെന്റ് ഡേറ്റ ബ്ലോക്ക് ചെയ്യുന്നു, ഒട്ടും ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത്. അത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വന്ന് ആ ഒരു ഓർഡർ, ആ ഒരു സർക്കുലർ കൂടെ അതിൻ്റെ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ സമയത്ത് അങ്ങോട്ട് ആരും പോകരുത്, അല്ലെങ്കിൽ മീൻസ് ഒബ്വിയസ് റീസൺസ് കൊണ്ട് പോകാതിരിക്കുന്നത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ ആരും പോകരുത്, അല്ലെങ്കിൽ സ്റ്റഡി നടത്തരുത്, അങ്ങനെ പറഞ്ഞൊരു നിർദ്ദേശം ഒരു കാര്യമില്ലായിരുന്നു അതിൽ. അതുകൊണ്ട് ഉടൻ തന്നെ അത് പിൻവലിച്ചു. അത് ഇപ്പോൾ ആ ഉത്തരവ് ഇറക്കിയത് എന്തിന് എന്നുള്ളൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകണ്ട, പക്ഷേ അതൊരു സെൻസ്ലെസ് ഓർഡർ ആയിരുന്നു. ഓക്കെ, ചോദിച്ചത് കൊണ്ട് പറയാം. പക്ഷേ കാരണം അതിനൊരു പശ്ചാത്തലം ഇത്രയേ ഉള്ളൂ. ഈ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് തന്നെ വി ഹാവ് എ ടാസ്ക് ഇൻ ഹാൻഡ്. നമ്മളൊരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് നടന്നു എന്ന് അന്വേഷിക്കാനല്ല, മറിച്ച് ഇതിനെക്കുറിച്ചൊരു ക്രിട്ടിക്കലായിട്ട് എഴുതാൻ വേണ്ടിയിട്ടും കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും ആൾക്കാർ ഇറങ്ങിയിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെന്ന് കേട്ടപ്പോൾ ഇവർ വിചാരിച്ചു ഇത് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. ഉത്തരാഖണ്ഡിലെ ഡാം ബേസ്റ്റ് ഉണ്ടായ സമയത്തും ഇതേപോലെ ഓർഡർ ഇറക്കിയിരുന്നു അവർ. എന്തുകൊണ്ടാണ്? NDMA ഇറക്കി. എന്തുകൊണ്ടാണ്? ഈ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഇനി ആരും ഇപ്പോൾ തൽക്കാലത്തേക്ക് വരേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ വിളിക്കാം. ഇത് NDMA ഇറക്കിയിരുന്നു. ആ NDMA ഇറക്കിയ അതേപോലെ ഇവിടെയും ഇറക്കാൻ അങ്ങ് തീരുമാനിച്ചു. രണ്ട് കോണ്ടെക്സ്റ്റുകളാണ്. കേരളത്തിൽ അങ്ങനെ ഒന്ന് ഇറക്കിയാൽ അതിൻ്റെ ഉദ്ദേശം കംപ്ലീറ്റ് മാറ്റി ആൾക്കാർ എടുക്കുള്ളൂ. അതുകൊണ്ട് പിൻവലിച്ചു. മോർബിഡായിട്ടാണ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കുറച്ച് ഫ്രം ദി സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് ഉണ്ട്. സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് വേറൊരു കാര്യം കൂടിയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ്, ഇപ്പം ഈ ഒരു സ്കെയിൽ ഓഫ് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിട്ടുള്ള ട്രോമ ചെറുതല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ തന്നെ ചുറ്റുമുള്ളവർക്കും ഒക്കെ ഭയങ്കര ഭീതിയും പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് പാനിക്ക് ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇവിടെ നമ്മളെല്ലാം ഇനിയിപ്പോൾ മലകളെല്ലാം പൊട്ടി ഞങ്ങളെല്ലാം ഒലിച്ചു പോവാണ് എന്നുള്ളൊരു തോന്നൽ ആവശ്യമില്ലാത്തവർ കമന്റ് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ പോയിന്റ്. അത് നിയന്ത്രിക്കേണ്ടതും കൂടി ആവശ്യമില്ല. ബിക്കോസ് ആളുകൾക്കൊരു കോൺഫിഡൻസ്, ഇപ്പം എന്തൊക്കെ പറഞ്ഞിരുന്നാലും സർക്കാരാണ്, അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുണ്ട്, ഇപ്പം ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സംഭവിച്ചതിന് നമ്മൾ എത്രത്തോളം നമുക്ക് ആളുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ ആ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ എല്ലാം തന്നെ കൊണ്ട് നമ്മൾ അത് ഉറപ്പാക്കും എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. ഞങ്ങൾ പണ്ടേ കോരയെ കുറിച്ച് പറഞ്ഞതല്ലേ, ആൾക്കാർ അതിനാണ് ആൾക്കാർ വന്നത് അവിടെ. അതാണ് അവരെ ഡിറ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് പിൻവലിച്ചു. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷെ അങ്ങനെ അല്ലല്ലോ എടുക്കുക. നമുക്ക് എന്തോ മറക്കാനുണ്ടെന്നല്ലേ എടുക്കുള്ളൂ.